ഇപ്പോൾ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ പലരും ക്ലാസ്സുകൾ ഓൺലൈനിൽ വീടുകളിലിരുന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ ജോലി ചെയ്യുന്നവർ വർക്ക് അറ്റ് ഹോം എന്ന രീതിയിൽ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങുകളും ഒക്കെ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവരവരുടെ സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ക്രീനൊന്ന് അല്പം കൂടി അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു ടാബ്ലറ്റിലേക്ക് മാറിയാൽ കൊള്ളാമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നൊരു സമയം കൂടിയാണ്. അത്തരത്തിൽ സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു അപ്ഗ്രേഡായി ഒരു വലിയ സ്ക്രീനിലേക്ക്, ഒരു ടാബ്ലറ്റിലേക്ക്, അതും സാംസങ്ങിൻ്റെ തന്നെ ടാബ്ലറ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച പ്രൈസിങ്ങിൽ സാംസങ് ഒരു പുതിയ ടാബ്ലറ്റ് ഇപ്പോൾ പുറത്തിറക്കി, സാംസങ് ഗാലക്സി A7. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി A7 എന്ന ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസൈൻ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇത് വെറും 477 ഗ്രാം ഭാരം മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിനുള്ളത്. പക്ഷേ 477 ഗ്രാം ഭാരമുണ്ടെന്ന് നമ്മളിത് കയ്യിൽ പിടിച്ചാൽ അറിയുക പോലുമില്ല. കാരണം മൊത്തത്തിൽ നല്ലൊരു സൈസ് ഉണ്ട്. അതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നല്ല രീതിയിലായതുകൊണ്ടാകണം നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കയ്യിൽ പിടിച്ചാൽ ഇത്രയും ഭാരക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 477 ഗ്രാം ഭാരമുണ്ടെന്ന് ഇത് കയ്യിൽ പിടിക്കുന്ന ആർക്കും തോന്നുകയില്ല. മാത്രമല്ല ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വെറും 7 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ആക്ച്വലി ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ ഇന്ന് ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ കണ്ടില്ലേ, ഇത്തരത്തിൽ നല്ല രീതിയിൽ പിടിച്ച് ഇതുപോലെ കയ്യിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടാബ്ലറ്റാണ് സാംസങ്ങിൻ്റെ ഗാലക്സി A7. വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, താഴേക്ക് വരുമ്പോൾ 2 സ്പീക്കർ ഗ്രില്ലുകളും ചാർജിങ്ങിനുള്ള USB Type-C ചാർജിങ് പോർട്ടും അടുത്ത മൈക്കും, ഇവിടെയായിട്ട് 3.5 mm ഓഡിയോ ജാക്കും കാണാം. മുകളിലായിട്ട് സിം ട്രേ, മറുവശത്തും ഇതുപോലെ 2 സ്പീക്കർ ഗ്രില്ലുകൾ നമുക്ക് കാണാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് മാത്രമേ ഇടാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഡിവൈസ് വൈഫൈ ഓൺലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനേ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് സിം കാർഡ് ഇടാൻ സാധിക്കില്ല. അതേസമയം 4G വേരിയൻ്റ് ആണെങ്കിൽ നമുക്കിതിനകത്ത് സിം കാർഡ് കൂടി ഇടാവുന്ന ടൈപ്പുള്ള ട്രേ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 10.4 ഇഞ്ചിൻ്റെ WUXGA+ ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. TFT ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകൾ ഒരുപാട് ബെസൽലെസ് സ്മാർട്ട് ഫോണുകളാണ് വരുന്നത്. അത്രയും ഒരു കനം കുറഞ്ഞ അരികളൊന്നുമല്ല, സാമാന്യം തരക്കേടില്ലാത്ത ഒരു ബെസൽ ഈ ഒരു ടാബ്ലറ്റിന് ചുറ്റുമുണ്ട്. ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. എന്നാലും ഒരു LED ഡിസ്പ്ലേയുടെ ഒരു ഗുണം ഈ ഒരു TFT ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ. അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ON UI 2.5 ഈ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് 10 പതിപ്പിലാണ് ഈ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇപ്പം നെറ്റ്ഫ്ലിക്സ്, അതുപോലെ സ്പോട്ടിഫൈ തുടങ്ങിയ ആപ്ലിക്കേഷൻ്റെയൊക്കെ ഒരു ഇൻ്റഗ്രേഷൻ ഇതിനകത്ത് തന്നെയുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഫിലിം കാണണമെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ് എടുത്ത് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ടാബ്ലറ്റിൽ തന്നെ നിന്നുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലെ സിനിമകൾ അവിടെ സെർച്ച് ചെയ്യാനും കാണാനും ഒക്കെയുള്ള അത്തരമൊരു നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ ഇൻ്റഗ്രേഷൻ ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. എന്നാലും ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റേതുമായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകൾ ഈ ഒരു ടാബ്ലറ്റിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുമുണ്ട്. അതുപോലെ സ്മാർട്ട് ഫോണുകളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡാർക്ക് മോഡ് ഇത്തരത്തിൽ ഈ ഒരു ടാബ്ലറ്റിലേക്ക് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നോക്സ് എന്ന സാംസങ്ങിൻ്റെ സ്വന്തം സെക്യൂരിറ്റി ഫീച്ചർ ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യുന്ന ഫയലുകൾ കൂടുതൽ സെക്യൂർ ആക്കാൻ സാധിക്കും. അതുപോലെ പ്രൈവറ്റ് ഫോൾഡർ എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള, വളരെ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ അത്തരത്തിൽ പ്രൈവറ്റ് ഫോൾഡറിൽ നമുക്ക് സൂക്ഷിക്കാനും ഒക്കെയുള്ള ഫീച്ചർ ഈ ഒരു ടാബ്ലറ്റ് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടില്ല. എന്നാൽ ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. അത് സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ വേഗതയിൽ അൺലോക്ക് ആകുന്നുമുണ്ട്. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കൂടി നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, സാംസങ്ങിൻ്റെ തന്നെ, സാംസങ് ഗാലക്സി ടാബ് S, ദുബായിൽ വെച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. അതിനായിട്ടൊരു ഫിസിക്കൽ കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്.
എന്നാൽ ഈ ഒരു ടാബ്ലറ്റിൽ അത്തരത്തിലൊരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടില്ല. അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിലുള്ള മറ്റ് ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതായത് 2.4 GHz-ൻ്റെയും 5 GHz-ൻ്റെയും വൈഫൈ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. എന്നാൽ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഹെഡ്സെറ്റുകൾ വേണമെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്യാമറ ടു API സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ മാറ്റി ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ചുകൂടെ മികച്ച ഫോട്ടോകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ വൈഡ് വൈൻ L1 സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കണ്ടൻറ്റുകൾ നല്ല ഫുൾ HD-യിൽ ഈ ഒരു ടാബ്ലറ്റിൽ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ 2 മാസത്തേക്ക് യൂട്യൂബിൻ്റെ പ്രീമിയം സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അഡീഷണൽ പാക്കേജ് കൂടി ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചു. ഇതിനകത്ത് ഏറ്റവും ഇമ്പ്രസീവായിട്ട് എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഓഡിയോ ക്വാളിറ്റി. അതായത് ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും 2 സ്പീക്കർ വീതം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 സ്പീക്കറുകൾ, ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതും നല്ല ക്ലിയർ സ്റ്റീരിയോ ക്വാളിറ്റിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മികച്ച സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ടാബ്ലറ്റ് നൽകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ എത്ര കറക്റ്റാണ്. മികച്ച സ്റ്റീരിയോ ക്വാളിറ്റിയുള്ള സ്പീക്കർ സെറ്റപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേ നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കളർ റീപ്രൊഡക്ഷനൊക്കെ നല്ല മികച്ചത് തന്നെയാണ്. ഇതിനകത്ത് ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് മികച്ചത് തന്നെയാണ്. പക്ഷേ TFT ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതായനെ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന പ്രോസസ്സറും അതുപോലെ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 16 GB അതുപോലെ റാം വന്നിട്ട് 3 GB റാമുമാണ്. ഒരൊറ്റ വേരിയൻറ്റ് മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസിനൊന്നും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ല. നേരെ മറിച്ച് ഒരു മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടാബ്ലറ്റാണ്. നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. കാരണം അതുകൊണ്ടാണ് ഇതുപോലെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റവും അതുപോലെ മികച്ച ഒരു ഡിസ്പ്ലേയും ഒക്കെ ആയിട്ട് ഒരു ലൈറ്റ് വെയ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു ടാബ്ലറ്റിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് ഇതിനകത്ത് ഗെയിമുകൾ കളിക്കാൻ പറ്റില്ല എന്നർത്ഥമില്ല. കോൾ ഓഫ് ഡ്യൂട്ടി പോലെയുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിമുകൾ നമുക്ക് ലോ സെറ്റിങ്സിൽ മികച്ച രീതിയിൽ കളിക്കാൻ ഈ ഒരു ടാബ്ലറ്റിൽ സാധിക്കും. ഇതിൻ്റെ AnTuTu സ്കോർ പരിശോധിച്ചാൽ 1,62,000-ന് മുകളിലാണ് ഇതിൻ്റെ സ്കോർ കാണിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഒരു ടാബ്ലറ്റിൻ്റെ കേസിൽ ക്യാമറയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുന്ന പോലെ ആരും ടാബ്ലറ്റ് കൊണ്ടുവരുന്ന ഫോട്ടോയും വീഡിയോയും അങ്ങനെ അധികം എടുക്കാറില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാബ്ലറ്റുകൾ. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ധാരാളം ഈ ടാബ്ലറ്റുകൾ അതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾക്കും ഒക്കെ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടാബ്ലറ്റിൽ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലിൻ്റേതാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD-യിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാവും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ടാബ്ലറ്റിന് ഫോൺ എന്ന് മാറി മാറി പറയുന്നെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം ഞാൻ എപ്പോഴും ഫോൺ അൺബോക്സ് ചെയ്യുന്നതുകൊണ്ടാണ് അറിയാതെ ഫോൺ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഈ വീഡിയോയിൽ ഫോൺ എന്ന് പറയുന്നെങ്കിൽ അത് ടാബ്ലറ്റിൽ നിന്ന് നിങ്ങൾ കേൾക്കുക. എനിവേ, അടുത്ത ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 7040 mAh ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോക്സിനോടൊപ്പം 7.75 വാട്ടിൻ്റെ ചാർജർ മാത്രമേ നൽകുന്നുള്ളൂ. അത് ഒരു കുറവ് പോലെ തന്നെ എനിക്ക് തോന്നി. അടുത്തിടെ നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ടാബ് S6 ലൈറ്റും ഈ ഒരു ചാനലിലൂടെ അൺബോക്സ് ചെയ്തിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു സ്ലോ ചാർജറാണ് കൊടുത്തിരുന്നത്. അതുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ മറ്റേതെങ്കിലും ഫോണിൻ്റെയോ മറ്റോ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ ഈ 7040 mAh നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബോക്സിൽ ഈ ടാബ്ലറ്റ് കൂടാതെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്വിക്ക് സ്റ്റാർട്ട്, വാറണ്ടി കാർഡ്, ഒരു സാധാരണ ചാർജർ, ചാർജിങ്ങിന് Type-C കേബിൾ, ഒരു സിം ഇജക്ടർ പിൻ,
അടുത്തതായിട്ട് ഈ ഒരു ടാബ്ലറ്റിൽ ലഭിക്കുന്ന വ്യത്യസ്ത നിറങ്ങളാണ്. ഡാർക്ക് ഗ്രേ, സിൽവർ ആൻഡ് ഗോൾഡ് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു ടാബ്ലറ്റ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഈ ഒരു ടാബ്ലറ്റ് പ്രധാനമായിട്ടും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റിൽ ലഭിക്കും. അതായത് വൈഫൈ ഓൺലി എന്ന രീതിയിലും ഇതിനകത്ത് LTE സപ്പോർട്ടുള്ള ഒരു വേരിയൻറ്റുമുണ്ട്. അതായത് വൈഫൈ ഓൺലിക്കകത്ത് നമുക്ക് സിം കാർഡ് ഇടാൻ സാധിക്കില്ല. LTE സപ്പോർട്ടുള്ള ടാബ്ലറ്റിൽ നമുക്ക് സിം കാർഡ് ഇട്ടുകൊണ്ട് 4G നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് വൈഫൈ ഓൺലിയാണ്. ഇതിനകത്ത് സിം കാർഡ് ഇടാൻ സാധിക്കില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,999 രൂപ മാത്രമാണ്. എന്നാൽ 4G വേരിയൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 21,999 രൂപയാണ്. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഇതിനകത്ത് വൈഫൈ ഓൺലി വാങ്ങണോ 4G വേരിയൻറ്റ് വാങ്ങണോ എന്ന് വെച്ചാൽ ഞാൻ വൈഫൈ വേരിയൻറ്റ് മേടിക്കാനേ പറയൂ. കാരണം നമുക്കിതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സിം കാർഡ് ഇട്ട് 4G ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ആ ഫീച്ചർ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുമായിട്ട് ടെതർ ചെയ്താൽ മതിയല്ലോ. വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി ടെതർ ചെയ്താൽ ഇതിനകത്ത് നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് സിം കാർഡ് ഇടേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമുക്കൊരു 4,000 രൂപ അഡീഷണലായിട്ട് മുടക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈഫൈ വേരിയൻറ്റ് വാങ്ങും. അപ്പോൾ മികച്ച പ്രൈസിങ് തന്നെയാണ് സാംസങ് ഇത്തവണ ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി എന്ന് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനെ വിശേഷിപ്പിക്കണം. ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു വലിയ സ്ക്രീനിലേക്ക് ഒരു അപ്ഗ്രഡേഷൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റായിട്ടുള്ള സാംസങ് ഗാലക്സി A7.